നമ്മൾ മലയാളികൾക്ക് വാഴയിലയിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തോട് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലേ. വാഴയിലയിൽ ഉണ്ടാക്കിയെടുത്ത മീൻ പൊള്ളിച്ചതാണെങ്കിലോ അതിൻ്റെ രുചി പറയുകയും വേണ്ട. അത്തരത്തിലൊരു അട്ടാർ ഐറ്റമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈ രീതിയിൽ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാലുണ്ടല്ലോ പിന്നെ അതിൻ്റെ രുചി ഒരിക്കലും നാവിന്ന് പോവില്ല. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാടൊന്നും പറയുന്നില്ല, എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായി വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വൈകണ്ട നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു തിലോപ്പി മീനാണ്. അപ്പോൾ ഈ ഒരു മീൻ തന്നെ വേണമെന്നില്ല, ഇതിൻ്റെ സ്ഥാനത്ത് വേറെ ഏത് മീനാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് കരിമീൻ, അതുപോലെ ആവോലി, അതൊക്കെ ആണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മസാലയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മീനൊന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ ഒരു 5-6 വരകൾ നമുക്കിതുപോലെ രണ്ട് സൈഡിലും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം മതി. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഒരുപാട് എരിവുകളൊന്നും നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ ഒരു സിമ്പിൾ മസാലയിലാണ് നമ്മൾ ആദ്യം തന്നെ മീൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ ആ ഒരു സീഡൊന്ന് നീക്കം ചെയ്തിട്ട് നമുക്കിതുപോലെ അങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് ആ ഒരു മസാലകളെല്ലാം കൂടി നന്നായിട്ട് ആ മീനിലേക്കൊന്ന് ആവുന്ന രീതിക്ക് ഒരല്പം വെള്ളവും കൂടി തളിച്ചിട്ട് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ മസാല മീനിലേക്ക് നന്നായിട്ട് തന്നെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഈ ഒരു വാഴയിലയിൽ തന്നെ പൊതിഞ്ഞ് ഇങ്ങനെ തന്നെ എടുത്ത് വയ്ക്കുവാണ്. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമുക്കൊന്ന് എടുത്ത് വയ്ക്കണം. ഒരു 3 പച്ചമുളക്, അതുപോലെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി. പിന്നെ ഇതിലേക്ക് നമ്മൾ സവാളയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ചേറെ ചെറിയുള്ളി നമുക്ക് വേണം. ഒരുപാടൊന്നും വേണ്ട, ഒരു 10-20 ചെറിയുള്ളി നമുക്കിതുപോലെ തോല് കളഞ്ഞെടുത്ത് വയ്ക്കാം. അതുപോലെ ഒരു 7-8 വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ തവി വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് മീനങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ അല്പം മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് മൊരിയിച്ചിട്ടെടുക്കണം. ഒരുപാടൊന്നും ഫ്രൈ ആകാൻ പാടില്ല. രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് വെന്ത് അതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടണം, അത്ര മാത്രം മതി. 1 സൈഡ് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ല കറക്റ്റ് പാകത്തിന് ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു മീൻ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു മീൻ ഫ്രൈ ചെയ്ത ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഇതിൻ്റെ ആ ഒരു മസാലയും കൂടി റെഡിയാക്കിയിട്ടെടുക്കണം. അപ്പോൾ പാനിൽ മീൻ ഫ്രൈ ചെയ്തതിൻ്റെ എന്തെങ്കിലും ചെറിയ കരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിൽ കരിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റും സ്മെല്ലും ഒന്ന് മാറുന്നത് വരെ മാത്രം മതി. എന്നിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് ചെറിയുള്ളി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊന്നും ഒരുപാട് വഴണ്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ഹാഫ് കുക്കായാൽ മാത്രം മതി. ഉള്ളിയിലേക്ക് ചെറുതായിട്ടൊന്ന് ആവി കയറാൻ മാത്രമേ പാടുള്ളൂ. അതിൻ്റെ ആ ഒരു പച്ചച്ചുവ കംപ്ലീറ്റ് അങ്ങോട്ട് പോകാൻ പാടില്ല. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മളുടെ ഈ ഒരു കറിക്ക് കൊടുക്കുന്നത്. ഈ ഒരു പരുവത്തിൽ മാത്രം ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിതിലേക്ക് പെട്ടെന്ന് തന്നെ പൊടികളിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മല്ലിപ്പൊടി,
ഇനി ഒരു ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ ആ ഒരു പച്ചച്ചുവയൊന്ന് മാറുന്നത് വരെ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു പാൻ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ ഫ്ലെയിമിലേക്ക് തന്നെ ഞാൻ ആ പൊള്ളിക്കാനുള്ള വാഴല ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ വാഴല വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ ഫ്ലെയിമിലേക്ക് തന്നെ ഞാനൊരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വാട്ടി വെച്ച വാഴല ഇതിൻ്റെ അകത്തോട്ടങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി ഇതുപോലെ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുത്ത ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മീതയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മളുടെ മീൻ അടിക്കൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. താഴെയും അതുപോലെ മേലിലും ഒരല്പം വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിൽ നിന്നും പകുതി ഇതിലേക്ക് ഇലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചു. അപ്പോൾ അതിൽ നിന്നും ഒരു 2-3 പീസ് ഈ ഒരു മസാലയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച മീൻ ഇതിൻ്റെ മീതെ അങ്ങ് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലകൾ കൂടി കംപ്ലീറ്റ് അങ്ങ് തൂത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് തവി വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് ആവുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയുടെ ബാക്കിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിരത്തിയും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഒരു 1/2 കപ്പ് മാത്രം മതി. നല്ല കട്ടിയുള്ള 1-ാം പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാല് നമുക്ക് മീനിൻ്റെ മീതെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചാറോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല തിക്കായിട്ട് നല്ല കുറുകിയിരിക്കുന്ന ഒരു മീൻ പൊള്ളിച്ചതാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തേങ്ങാപ്പാലൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരല്പം കുരുമുളക് പൊടി ഇതുപോലെ ഒന്ന് പുറമേ തൂവി കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം ഉപ്പും കൂടി ഇതുപോലെ ഒന്ന് പുറമേ തൂവി കൊടുക്കാം. ആ ഒരു തേങ്ങാപ്പാലിനും തക്കാളിക്കും ഒക്കെ വേണ്ടിയിട്ട് മാത്രം ഒരല്പം മാത്രം മതി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സെപ്പറേറ്റ് അല്ല ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മൂടിയും കൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതൊരു 7-8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിരുന്ന് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി. ആ ഒരു ഇലയ്ക്കകത്തിരുന്ന് തേങ്ങാപ്പാലും മീനും ബാക്കി കാര്യങ്ങളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആവി കയറി ഒരു സ്പെഷ്യൽ ടേസ്റ്റിലേക്ക് വരും. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോലെ. ഇപ്പോൾ കറക്റ്റ് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ കണ്ടില്ല, നല്ല സ്മെല്ലാണ് കേട്ടോ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ. നല്ല തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാലിൽ കടന്ന് ഇതുപോലെ നല്ലതായിട്ട് തിളച്ച് നല്ല മീനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. ഏറ്റവും അടിപൊളി ഇതിൻ്റെ ആ ഒരു തുറക്കുമ്പോഴുള്ള സ്മെല്ലാണ്. ഒരുപാട് മസാലകളും എരിവും ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അപാര ടേസ്റ്റിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലകൾ ഒന്ന് പുറമേ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചേക്കാം. ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നല്ല അട്ടാറ് ടേസ്റ്റുള്ള വാഴയിലയിൽ ഉണ്ടാക്കിയെടുത്ത മീൻ പൊള്ളിച്ചത് റെഡി. ഒരല്പം ഗ്രേവി മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. നല്ല കുറുകിയ നല്ല സ്മെല്ലൊക്കെയുള്ള അടിപൊളി ടേസ്റ്റുള്ള ഗ്രേവിയുമാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒന്ന് ഇറക്കി വയ്ക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതുപോലെ ആ ഒരു ചൂടിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ആറി വരണം, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആവി ഒന്ന് പോയി ആറാം ഭാഗത്തിന് ഞാൻ ഇതുപോലെ ഒന്ന് വെക്കുവാണ്. കുറച്ച് ടൈം കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ നാടൻ വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നപ്പോൾ കുറച്ചുകൂടി കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ ആ ഒരു ഗ്രേവിയും ഫിഷും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മൺപാത്രത്തിൽ നിന്നും ഈ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ രുചിയും മണവും ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീട്ടിലെന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉള്ളപ്പോഴോ ഗസ്റ്റൊക്കെ വരുമ്പോഴോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ ഞെട്ടിപ്പോകും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.